നിങ്ങൾ ഒറ്റയ്ക്കല്ലേ പോണേ, നിങ്ങളെ സേഫായിട്ട് എത്തിക്കാൻ. നിങ്ങളെ സേഫായിട്ട് എത്തിക്കാൻ ഗൈസ് ഞങ്ങളങ്ങനെ ഫോളോ ചെയ്യാണല്ലേ രണ്ടുപേരെ. ആ രണ്ട് പെൺകുട്ടികളെ വീട്ടിലാക്കി കൊടുക്കും. അവരിപ്പോ ഞങ്ങളെ സ്പോട്ട് ചെയ്തിട്ടില്ല. സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും അറിയില്ല. നമ്മളെ നേരത്തെ നമ്മളെ പാസ് ചെയ്ത് പോയതാണല്ലേ. നമ്മളെ ഫ്രണ്ടിൽ പാസ് ചെയ്ത് പോയതാ. അപ്പൊ ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മള് ബാക്കിലുണ്ട് കണ്ടു കഴിഞ്ഞാല് സംശയിക്കും. നോക്കാം കഴിച്ച് നമ്മള് വീട്ടിലാക്കി കൊടുക്കല്ലേ, വീട്ടിലേക്ക് കൊടുക്കുക. കല്ലൂര് എന്തൊക്കെയാ നടക്കുന്നത്? കല്ലൂര് രാത്രിയില് സീനാണ്. രാത്രിയിലെ അപകടങ്ങൾ കൂടുതലാണ്. പെൺകുട്ടികളൊന്നും സേഫ് അല്ല. അത് നമ്മള് സേഫ് ആക്കി വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ്. അവര് നടന്നു പോകേണ്ട ഫ്രണ്ടില് അവര് അപ്പുറത്തെ സൈഡിലേക്ക് കടന്ന് അതാ പോണ അപ്പുറത്തെ സൈഡിലേക്ക്. ആ സൈഡിൽ കിടക്കല്ലേ. അവരിതാ അവിടെ എത്തിയിട്ടാ വയസ്സ്. നമ്മള് കൊണ്ടാക്കി കൊടുക്കല്ലേ. നമുക്ക് എന്താ തോന്നുന്നത്? നമ്മള് തൊട്ട് ബാക്കിലെത്തിയിട്ടാ പറയാ. അവര് ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല. അവര് നോക്കി നമ്മളവിടെ മുതലേ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. അവര് നോക്കിടാ തിരിഞ്ഞു നോക്കണ. നമ്മള് വീട്ടിലേക്ക് ആക്കി കൊടുക്കുക. നമ്മള് പെൺകുട്ടികളുടെ സ്ത്രീ സുരക്ഷ ഒക്കെ ഉറപ്പ് വരുത്തണം. അതെ അതെ. അതൊക്കെയുള്ളൂ. ആരാ ആ സൈഡിൽ കാണലോടാ, ആ സൈഡിൽ കാണല്ലോ. എന്തേലും ഇതാവോ? ഡൗട്ട് തോന്നുന്നു. ഇരുട്ടായാലോ? ഇവിടെ അടുത്ത് തന്നെ ആവല്ലോ വീട്. അല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ അറിയില്ല. ഇപ്പൊ ഏതുവരെ പോണേ അവരെ ആക്കി കൊടുക്കുക. അതെ, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത്ര മോശമാണ്. അതെ അതെ. ഇപ്പൊ 2 ദിവസം മുന്നെയാണ് മറ്റേ ആ ഒരു 2 പെൺകുട്ടികളെ ചവിട്ടി കൂട്ടിയത്. സത്യം. പിന്നെ പെൺകുട്ടികളൊക്കെ വരുമ്പോ സൂക്ഷിക്കുക സ്വയം. അയ്യോ അവര് വീഴാൻ പോയപ്പോ റോഡൊക്കെ റെഡിയാക്കാണ്ടില്ലേ. സ്വയം മറ്റേ വല്ല പെപ്പർ സ്പ്രേ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. വേഗം നടക്ക് അവരവിടെ അത് തിരിഞ്ഞു നോക്കണ്ടേ. എന്താ തോന്നുന്നു? അവര് നല്ല നോക്കി പോണണ്ടാ. വേഗം നടക്ക് അവരവിടെ എത്തി. വേഗം സ്പീഡിൽ നടക്ക്. എന്തായാലും അവര് സേഫാണ്. പിന്നെന്താ സ്റ്റേഡിയത്തിൽ നിന്നൊക്കെ കൊറേ സ്റ്റേഡിയത്തിൽ നിന്നൊക്കെ നമ്മള് കൊറേ ദൂരം നടന്ന്. അവര് സ്പീഡ് കൂട്ടിയെന്നൊരു ഡൗട്ട്. പേടിച്ച തിരിഞ്ഞു നോക്കി. സ്പീഡ് കൂട്ടി. നടന്നോണ്ടിരിക്കട്ടെ. സ്പീഡ് കൂട്ടി പോണ്. പറഞ്ഞാലോ അവരോട് സ്പീഡ് കൂട്ടി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് പാലാരിവട്ടം എത്തിയിട്ടപ്പോ ഗൈസ് ഞങ്ങള് നടന്ന് പാലാരിവട്ടം എത്താനായി. എത്ര നടന്നാലും വേണ്ടില്ല, സേഫ് ആയിട്ട് എത്തിക്കണം. കാരണം നമുക്ക് എല്ലാരും എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എല്ലാരും കയ്യില് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ പോലെ എന്തേലും പെപ്പർ സ്പ്രേ
ഒക്കെ കരുതല്ലേ? ആ അങ്ങനെ എന്തെങ്കിലും കരുതണം. അവരിതാ നടന്ന് പോണു. നമുക്ക് അവരെ പാസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ പോയിന്നാലോ? അതാണോ ഗൈസ്, ഞങ്ങൾ അവരെ പാസ് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിൽ പോയി നിന്ന് അവിടെ നിന്ന് നോക്കാം. അല്ല അവരിപ്പോ അങ്ങനെ ക്രോസ് ചെയ്തു. അല്ല വേറെ നമുക്ക് അവരെ പാസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കാം. ഫ്രണ്ടിൽ പോയി നോക്കി നോക്കാം. മിക്കവാറും ഗൈസ് അവരിതാ പാസ് ചെയ്ത് പോണ്. നിങ്ങൾ ഒറ്റക്കല്ലേ പോണേ? നിങ്ങളെ സേഫായിട്ട് എത്തിക്കാൻ. അത് നിങ്ങളെ സേഫായിട്ട് എത്തിക്കാൻ അമ്മയും പെങ്ങളും അങ്ങനൊന്നും ഇല്ല. നടക്കുമ്പോഴേ പുറകെ വരാൻ വേണ്ടിട്ട് എന്താ ചേട്ടാ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ സേഫായിട്ട് എത്തിക്കാൻ. സേഫ് ആക്കണ്ട, താല്പര്യമില്ല. ഇപ്പൊ കലൂരൊക്കെ പ്രശ്നം നടക്കണ അതിനിപ്പോ ഇങ്ങനെ നടക്കുമ്പോഴല്ലേ നമുക്കൊരു ഇതുമാതിരി തോന്നാ. അല്ല, നിങ്ങൾക്ക് ഒരു അവയർനെസ് പോലെ തരാനായിരുന്നു. നമ്പർ ഉണ്ട്. അപ്പൊ ആ നമ്പർ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോ അത് വിളിച്ചാൽ മതി. പോലീസിന്റെ നമ്പർ നമുക്കറിയാലോ. അല്ല, സ്പെഷ്യൽ നമ്പർ ഉണ്ട്. എന്താ പറയുന്നത് ചേട്ടാ? ഇങ്ങനെ കൊറേ വരണ്ടാട്ടോ, ഭയങ്കര ബോറാണിത്. എന്താ കൊറേ വരലുണ്ട്. എന്ത് പിന്നാലെ വരലുണ്ടാ? ഓരോന്ന് വന്ന ആവശ്യമില്ലാതെ ചോദിക്കുകയും ചെയ്യും. ആണോ? കൊച്ചി പെമ്പിള്ളേര് സേഫ് ആണോ? അല്ലേ, സേഫ് ആണെന്ന് വെച്ചാൽ ഒരു സമയം കഴിയുമ്പോൾ നോർമൽ എല്ലാ സ്ഥലത്തെയും പോലെ സേഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബൈ ബൈ. ഈ ഒരു വീഡിയോ ആക്ച്വലി ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോ നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത വീഡിയോ ആണ്. ഞങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി പുറത്തിറങ്ങുമ്പോൾ മുൻകരുതൽ എടുക്കുക. ഇറങ്ങരുതെന്നല്ല, എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങാനുള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷെ അതിന് പറ്റാത്ത രീതിയിലാണ് പല കാര്യങ്ങളും നമ്മളെ ചുറ്റും നടക്കുന്നത്. ഇപ്പൊ കലൂര് തന്നെ 2 ദിവസം മുന്നേ ന്യൂസിലും കണ്ടതാണ്. ഒരു വിഷയം നടന്നു. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരു ന്യൂസ് കാണുമ്പോൾ അത് നമുക്കല്ലല്ലോ സംഭവിച്ചത് നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിക്കുമ്പോഴാണ് അത് അതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളെ വീട്ടിലും പെൺകുട്ടികളുണ്ടെന്ന് ഓർക്കണം നമ്മൾ. ഓക്കെ, നിങ്ങള് പ്രിക്കോഷൻസ് എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞാൽ മുൻകരുതൽ എടുക്കുക എന്നുള്ള രീതിയിൽ നിങ്ങളെ കയ്യിൽ ഒരു പെപ്പർ സ്പ്രേ എന്തായാലും നിങ്ങൾ കരുതുക, അല്ലേ? അങ്ങനെ എന്തെങ്കിലും ടൂളും കാര്യങ്ങളൊക്കെ കരുതുന്നത് ലൈറ്റ് നല്ല മെയിനായിട്ട് പെപ്പർ സ്പ്രേ, അതാണ് ഏറ്റവും. അതെ ഗൈസ്, ലൈറ്റ് ആയിട്ടൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെപ്പർ സ്പ്രേ എന്തായാലും കരുതുക. അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ ഗൈസ്, അവർക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ശരിക്കും ഉണ്ടാവും, പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇതിന്റെ മുന്നേ ഇനി ശരിക്കും ഉണ്ടാവാൻ കിടക്കണുള്ളൂ കുറെ കാര്യങ്ങൾ. കാരണം എല്ലാരും ലഹരിയുടെ പുറത്താണ് പലതും ചെയ്യണത്. അപ്പോ നമ്മൾ ചിന്തിക്കുക ഈ നോർമൽ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ പലരും ലഹരിക്ക് പുറത്താണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ നോർമലായിട്ടല്ല ചെയ്യണത്. സേഫ് ആയിട്ട് ഇരിക്കുക ഗൈസ്. രാത്രി പുറത്തിറങ്ങണം, ബട്ട് നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ആണുങ്ങൾ തന്നെ സേഫ് അല്ല. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ സത്യം പറഞ്ഞ ഫോട്ടോ വെച്ച് ഡെലിവറി പോകുന്ന ടൈമില് പേടിക്കാറുണ്ട്. കാരണം നമ്മളതിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? കാരണം ഞാൻ ഇത്ര ഹൈറ്റും വെയിറ്റ് ഉണ്ടെങ്കിലും ലഹരി അടിച്ചിട്ട് ഒരാൾ വന്നു കഴിഞ്ഞ് എന്നെ എന്തേലും അവരെനിക്ക് തടയാൻ പറ്റൂല. കാരണം അവരത്ര പവർഫുൾ ആ ടൈമില്. ഒരൊറ്റ വെട്ടിയ ഞാൻ ചാവും, അത്രേ ഉള്ളൂ. ആരും ഇവിടെ സേഫ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. എന്തൊക്കെ വലിയ സംഭവമാണ്, എപ്പോ വേണമെങ്കിലും ഇറങ്ങാന്നൊക്കെ പറഞ്ഞാലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്കിപ്പോ ചെയ്യാൻ പറ്റിയ കാര്യം. ഓട്ടെ, നമ്മളിപ്പോ അന്ന് കൊല്ലത്ത് കണ്ടില്ല പട്ടാപകലൊരു തന്നെ വെട്ടി കൊന്നത്. യെസ്, അതിനുള്ള ധൈര്യമുള്ളവർ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ പേടിക്കണം. അപ്പൊ ഈ ഒരു വീഡിയോ എടുക്കാൻ നമ്മളെ സഹായിച്ച ആ പെൺകുട്ടികൾക്ക് വലിയൊരു ഷൗട്ട് ഔട്ട് കൊടുക്കുകയാണ്. അവര് നമുക്ക് വേണ്ടി സപ്പോർട്ടായി നിന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചത്. അവര് പറഞ്ഞപ്പോ തന്നെ അവര് സപ്പോർട്ട് ചെയ്തു ഗൈസ്. ആണോ? ഞങ്ങള് നിങ്ങളെ പാസ് ചെയ്തിട്ട് അവിടെ കുറച്ചു നേരം നിക്കാം. അത് നിങ്ങൾ അവിടെ പാസ് ചെയ്ത് വരുമ്പോ പിന്നെ വീണ്ടും വരാൻ നിൽക്കുമ്പോ നിങ്ങൾ വന്ന് ചോദിച്ചു എന്താ പിന്നാലെ നടക്കുന്ന ചോദിച്ചാൽ ഓക്കെ ഗൈസ്, നമുക്ക് അവരെ പാസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ പോയി നിക്കാം.